സഞ്ജയുടെ മൈൻഡിൽ എങ്ങനത്തെ പടങ്ങളാണ് നമ്മുടെ ഒരു മലയാളത്തിൽ വരുന്നത്? മലയാള സിനിമ രക്ഷപ്പെടണമെങ്കിൽ മലയാള സിനിമ രക്ഷപ്പെടണമെങ്കിൽ എന്റെ ഒരു ഇത് ഞാൻ പറയാം. മലയാള സിനിമ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലെങ്ത് ഓർക്കണം. ഏത് അതെ 1.5 മണിക്കൂർ. എടാ അങ്ങനെ ചെറുതാക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. കാരണം നമ്മുടെ നാട്ടിലുള്ളവർക്ക് അതിനുള്ള ഒരു ഇതൊന്നും ഇല്ല. ചെറുതാക്കാൻ പാടാ ഇവർക്ക്. അവര് നീട്ടിക്കൊണ്ടുപോകും. പാട്ട് കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്ന സിനിമ ആക്ച്വലി നല്ല സിനിമ ആയതുകൊണ്ട് എല്ലാ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത്. അതിന്റെ കട്ടിങ് ഭയങ്കര സ്പീഡപ്പായിരുന്നു. ഈ അറ്റൻഡൻസ് മാൻ നോക്കിയാ ചെയ്തെന്ന് തോന്നുന്നു. അതായത് ഭയങ്കര സ്പീഡപ്പായിരുന്നു അതിന്റെ കട്ടിങ്. അത് നിങ്ങളെ മൈനോട്ടായിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാവും. ഈ കണ്ണൂർ സ്കോഡ് ഈ ഓരോ വിഷയങ്ങളുടെ കേസുകൾ വായിക്കുന്ന ആൾക്കാർക്ക് കണ്ണൂർ സ്കോഡ് നല്ല സിനിമയായിട്ട് തോന്നുന്നില്ല. അതായത് കണ്ണൂർ സ്കോഡ് എന്താണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ കാരണം അതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് കേരള പോലീസ് ഇവിടെ പോയി പരിപാടിയൊക്കെ ചെയ്ത് തിരിച്ചിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ടുള്ള പരിപാടിയല്ല. എല്ലാ കേസിനും ഓൾമോസ്റ്റ് മിക്ക കേസിനും കേരള പോലീസ് ചെയ്യുന്ന പരിപാടിയാണ്. ഇത് അറിയുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഇത് ഒരുപാട് കേസുകളിൽ വായിച്ചിട്ടുള്ള ഒരാൾക്ക് കണ്ണൂർ സ്കൂൾ കണ്ടുപോകുന്നത് എനിക്ക് കണ്ണൂർ സ്കൂൾ കണ്ടുപോകുന്നില്ല. ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ഇത്രയും വലിയ സംഭവമായിട്ട് കാണാനായിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ മോശം സിനിമയാണെന്നല്ല. അപ്പൊ അതേ ഞാൻ പറയണം, ആൾക്കാർക്ക് വിവരം കൂടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ വിവരം കൂടുന്നതിനനുസരിച്ചുള്ള സിനിമകൾ എടുക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം കൊടുത്ത പ്രൊഡ്യൂസർമാർക്കും ഡയറക്ടർമാർക്കും നടന്മാർക്കും. പിന്നെ ലെങ്ത് ഒരു വിഷയമാണ്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് പെട്ടെന്ന് ഷൂട്ടും പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും കഴിഞ്ഞിരിക്കണം. മാക്സിമം 1 year. കാരണം മനുഷ്യൻ ഇന്ന് വിചാരിക്കുന്ന പോലെയല്ല 2 കൊല്ലം കഴിഞ്ഞ ആൾക്കാർ ചിന്തിക്കുന്നത്. പണ്ടൊക്കെ ആയിരുന്നു നമുക്ക് ഈ നൊസ്റ്റാൾജിയ ഫിലിം എന്നൊക്കെ പറയുന്ന പരിപാടി. ഇന്ന് അങ്ങനെ ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ഇന്ന് നമ്മളൊരു കാര്യം പറഞ്ഞു, നമ്മുടെ ഒരു ചിന്താഗതി ഇന്ന് ഇങ്ങനെയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ചിന്താഗതി മനസ്സിലാക്കി. പണ്ടത്തെ പോലെ വലുതായിട്ട് ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കൂട്ടി പരിപാടി ഇല്ല. അതുകൊണ്ട് സിനിമ ഇറക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അവർ 70 തോന്നിക്കഴിഞ്ഞ ഒരു 1 year കൊണ്ട് മാക്സിമം സിനിമ എന്ത് ചെയ്യണം, തിയേറ്ററിൽ ഇറക്കാൻ പറ്റണം. എന്നാൽ മാത്രമേ ആൾക്കാർ പോയി കാണുള്ളൂ. അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ സൂപ്പർ സ്റ്റാർസ് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലോട്ട് പോകുമ്പോൾ ഇവര് പിന്നെ കഷ്ടപ്പെട്ട് പിടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. മോഹൻലാലൊക്കെ വീട്ടിലിരിക്കുന്നവനാ. പിന്നില്ല, മോഹൻലാൽ വീട്ടിലൊന്നും ഇരിക്കണ്ട, പുറത്തൊക്കെ ഇറങ്ങി ഇടയ്ക്ക് നടക്കുകയൊക്കെ ചെയ്യുന്ന നല്ലതായിരിക്കും. സ്കില്ലുണ്ട്. അതാ പറഞ്ഞത്. എന്താണ് അയാളുടെ പേര്? ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നല്ലോ, നസീറോ. ടിക്കുറിശി. അതായത് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോ അയാള് സൈഡായിട്ട് പോയില്ലേ, അങ്ങനെ ചെയ്യും എല്ലാരും അങ്ങനെ. അല്ലാണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ മലക്കോട്ട വരെ പിന്നെ ഇങ്ങനൊക്കെ പിടിക്കും. എടാ അന്നൊന്നും ഈ ബോട്ടോക്സ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാരും മമ്മൂട്ടിയൊക്കെ ചെന്ന് അതാക്കി കെട്ടി മാറ്റി വെച്ച് ലിവർ മാറ്റി വെച്ച് എല്ലാം പുതിയതായിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് കിഡ്നി ലിവറും ഒക്കെ എല്ലാരും മാറ്റി വെച്ചു, ഇപ്പൊ പുതിയതായിരിക്കുന്നത്. പണ്ട് ഈ ഫെസിലിറ്റി ഇല്ല. മധുവിനും തിക്കുറിശിക്കൊന്നും അത് പറ്റത്തില്ല, പ്രായം അറിയും. തിക്കുറിശിയൊക്കെ ഇപ്പൊ ഉണ്ടാകുന്നുണ്ടല്ലോ, ബോട്ടോക്സ് ഒക്കെ ചെയ്ത് ഇതുപോലെ ഇരുന്നേനെ വന്ന് തള്ളി 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 നിരങ്ങിയൊക്കെ അഭിനയിച്ചേനെ. എഴഞ്ഞു പോകുന്ന നായകൻ. ആ തൂക്കിയിട്ട് ആട്ടുന്ന പരിപാടിയൊക്കെ അന്ന് ഇത്ര ഇല്ല. ഇത്രയും ക്രെയിനിനകത്ത പരിപാടി ഒന്നും നടക്കത്തില്ല. ഓ ഇല്ല, ഫ്ലെക്സിബിലിറ്റി ഉള്ളവർ ക്രെയിനർ തൂങ്ങിയാൽ കറങ്ങി വരും. എടാ ഈ ആക്ഷൻ മൂവീസ് എന്ന് പറഞ്ഞതിനകത്ത് കാണുന്നതെല്ലാം നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ്. നമ്മുടെ നാട്ടില് മോഹൻലാൽ ഒന്നും ഒരിക്കലും ഫ്ലെക്സിബിൾ അല്ല. നമ്മൾ വിചാരിക്കും ഇയാൾ എന്താ ആക്ഷൻ ചെയ്തെന്ന്. അതാണോ ആക്ഷൻ? ആക്ഷൻ മൂവി കാണുമ്പോൾ എങ്ങനെ എന്ത് കാലത്ത് ഈ പണ്ട് ബ്രൂസിലി അടക്കം ചെയ്തുകൊണ്ടിരുന്ന ആക്ഷൻ ജയനും ഇല്ലടോ, ഇവിടെ ഇല്ല, കേരളത്തിലില്ല. കേരളത്തിൽ ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ആണെ മുഖം കൊണ്ടുള്ള സാധനം വേണം. ബാബുവാനണി മാത്രമേ ഉള്ളൂ ഒരു ആക്ഷൻ ചെയ്യാൻ പറ്റിയ ഒരാൾ. അല്ലല്ല, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ഓടിച്ചാടണം. ഇടിയെന്നൊക്കെ പറഞ്ഞാ ഇങ്ങനെ ഇടിച്ചാ പോരാ. ലൂസിഫറോ ഏത് പടം? എന്താ മരക്കാറ്? ഈ മരക്കാറ് എന്ന് പറയുന്നത് എന്താ, കുഞ്ഞാലി മരക്കാർ 4 എന്ന് പറയുന്ന ഒരു യോദ്ധാവിന്റെ കഥ പറയുന്ന ഒരു പടം. അങ്ങേരുടെ കഥ വെച്ചിട്ട് അങ്ങേരുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി എങ്ങനെയായിരിക്കും? എന്തിനാ ഒടിയൻ എങ്ങനെ ഇരിക്കണം? പുലിമുരി എന്ന് പറഞ്ഞാൽ പുലിയെ പിടിക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഒരാളെ കൊണ്ട് ഒരാൾ പുലിയെ പിടിക്കാൻ പറ്റുന്ന ആൾ ഇങ്ങനെ ഇരിക്കുകയെന്ന്, എന്നിട്ട് ആൾ ഇങ്ങനെ കാണിക്കുമെന്ന് എല്ലാരും വിചാരിക്കും ഈ കസ്റ്റമർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. കുഞ്ഞാലി മരക്കാർ 4 എന്ന് പറയുന്നത് തികഞ്ഞ യോദ്ധാവാ. അതിനകത്ത് ബോഡിയൊക്കെ വേണം, മസിലൊക്കെ വേണ്ടിടത്ത് വേണം. ഇങ്ങനെ ചാടി പറക്കുക എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ ആടി ഇങ്ങനെ വരുക. മോഹൻലാലിനെ തൂക്കിയിട്ട് ഇങ്ങനെ ഒരു വലിയ ചാക്ക് കെട്ടി ഇങ്ങനെ വരുന്ന പോലെ ഇങ്ങനെ തൂങ്ങി ഒരു സാധനം വരുന്നത്. അപ്പൊ ഇയാൾ കാലിട്ട് ഇങ്ങനെ അനക്കും.
എല്ലാവരുടെ മോളിൽ കൂടെ ചവിട്ടുന്ന പോലെ ഇവിടെയൊക്കെ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകും. അതൊന്നും അല്ല പരിപാടി. അതൊക്കെ നമ്മൾ ഈ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ തന്നെ ഏറ്റവും നല്ല ആക്ഷൻ ഉള്ളത്. ഹിന്ദിയിലൊന്നുമില്ല. ഹിന്ദിയിൽ ഇതേപോലെ കഞ്ഞി ആക്ഷൻ. പൃഥ്വിരാജും പറ്റത്തില്ല. അല്ല ചെയ്തേനെ ഈ നേരം കൊണ്ട്. ഉറുമിയിലൊക്കെ നല്ല ഫ്ലെക്സിബിൾ ആയിരുന്നു പൃഥ്വിരാജ്. ആക്ഷന് പറ്റിയ മറ്റേ ആടുജീവിതമൊക്കെ വരുന്നുണ്ട്.